ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മളൊരു ഫ്ലാറ്റ് എടുക്കാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ഓപ്ഷനാണ് സിദ്ധി. കാരണം എല്ലാം കൊണ്ട് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം നല്ല പ്രോപ്പറായിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി 2019 ഞങ്ങളിവിടെ തൃപ്പൂണിത്തുറയ്ക്ക് താമസം തുടങ്ങിയത്. കാരണം എറണാകുളത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എറണാകുളത്തിനടുത്ത് ഒരു ഫ്ലാറ്റ് നോക്കിയത് അനുബന്ധിച്ചാണ് തൃപ്പൂണിത്തുറയിൽ ഫ്ലാറ്റ് അന്വേഷിച്ചത്. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഫ്ലാറ്റ് നോക്കി വന്നപ്പോഴാണ് പല ഫ്ലാറ്റുകളും കണ്ടുവെങ്കിലും ഇഷ്ടപ്പെട്ടത് സിദ്ധിയുടെ ഫ്ലാറ്റായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ ഫ്ലാറ്റ് എടുത്തത്. പിന്നെ തൃപ്പൂണിത്തുറയാണ് വൈഫ് ഹൗസ് ഇവിടെ തൃപ്പൂണിത്തുറ തന്നെയായിരുന്നു. അപ്പോൾ ഒരു തൃപ്പൂണിത്തുറയോട് നമുക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് തൃപ്പൂണിത്തുറ തന്നെ ആദ്യം നോക്കിയത്. കുട്ടികൾക്ക് കളിക്കാൻ കുറേ കൂട്ടുകാർ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയതിൽ എനിക്ക് ഇത് കുറച്ച് 4 ഫ്ലാറ്റുകൾ അടുത്തടുത്തുണ്ടായിരുന്നതുകൊണ്ട് അവിടെയൊക്കെ നമ്മുടെ ഏജിലുള്ള കുറച്ച് ഫാമിലിയും അവർക്ക് അതേ ഏജിലുള്ള കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കളിക്കാൻ മെയിനായിട്ട് കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിയപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സൗകര്യമായിട്ട് എനിക്ക് തോന്നി. ഞാനിപ്പോൾ എനിക്ക് അന്നും ഇന്നും ഞങ്ങളിങ്ങനെ ഈ ഫ്ലാറ്റിലേക്ക് കടന്ന് ഈ ഫ്ലാറ്റ് കാണാൻ വന്നപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി, അതെന്താണെന്നറിയില്ല. ചിലപ്പോൾ നമ്മൾക്ക് ഒരു വീടെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ വെറുതെ മേടിക്കുന്ന ഒരു ബിൽഡിംഗ് അല്ലല്ലോ. അപ്പോൾ അതിനൊരു മാനസികമായിട്ടൊരു അടുപ്പം വേണമല്ലോ. അപ്പോൾ അങ്ങനെ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഞങ്ങൾ ഈ ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. സമാധാനപരമായ അന്തരീക്ഷമാണ്. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഇത്രയും നല്ല ലൊക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും മെട്രോ തൊട്ടടുത്തുണ്ട്. ബാക്കി എന്തെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ പർച്ചേസ് കാര്യങ്ങളാണെങ്കിലും യാത്രയാണെങ്കിലും എല്ലാം വളരെ സൗകര്യപ്രദമാണ്. അപ്പോൾ സ്കൂൾ ബസ് നമുക്കിവിടെ അടുത്ത് തന്നെ വരും. അതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടില്ല. അവർ നമുക്ക് വേറെ സ്ഥലത്ത് പോയി പിക്ക് ചെയ്യേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല. ബസ് ഇവിടെ അടുത്ത് തന്നെ വരും. അപ്പോൾ അവർ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അവർക്ക് കയറാം. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി കാര്യങ്ങൾ, ബാക്കി സെക്യൂരിറ്റി നമുക്ക് വളരെ നല്ലതാണ്. ഇത്രയും ഇപ്പോൾ എല്ലാ ഫ്ലാറ്റിനും ഓരോരോ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് അത് നമുക്ക് 3 സെക്യൂരിറ്റിമാരുടെ ആ ഒരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. കുട്ടികളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നമുക്ക് അവരുടെ ആ ഒരു കണ്ണെത്തുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ. എപ്പോഴും അവരിപ്പോഴും അവൈലബിളാണ്. അത് വളരെ ഒരു പോസ്റ്റ് സെയിൽ സർവീസ് എന്ന് പറയുന്ന സംഭവം സ്ഥിതി വളരെ നല്ലതാണ്. അതെനിക്ക് തോന്നുന്നത് ഏട്ടനേക്കാളും കൂടുതൽ എനിക്കായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലംബിങ്ങിലോ മറ്റ് ഇലക്ട്രിക്കൽ വർക്കിലോ എന്തെങ്കിലും ചെറിയ ഇപ്പം ഫ്ലാറ്റ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഇവരെ നമ്മൾ വിളിച്ച ആ സമയം തന്നെ നമുക്ക് അവർ സർവീസിനായിട്ട് ആളെ വിടുവും. അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്ത് നമുക്കത് ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മളത് എത്തില്ല. ഇപ്പോൾ നമ്മളാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നതുകൊണ്ടേ പ്ലംബിങ് കാര്യങ്ങൾക്കൊക്കെ അവരുടെ വളരെ അപൂർവമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഉണ്ടായ പ്രശ്നങ്ങൾ അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് അവർ ആളെ വിടുകയും അവരുടെ തന്നെ വർക്കേഴ്സിനെ വിടുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പുറത്തുനിന്നൊരാളെ വിളിക്കുകയോ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. എല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബിൽഡറാണ് ആക്ച്വലി സിദ്ധി. നമുക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്ന, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ബിൽഡർ കൂടിയാണ്.